രാജ്യം വലിയ വെല്ലുവിളികൾ നേരിടുകയാണെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളി കേരളത്തെയും ബാധിച്ചിട്ടുണ്ടെന്നും LDF കൺവീനർ വൈക്കം വിശ്വൻ വ്യക്തമാക്കി. CPM നീടൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് പ്രസംഗിക്കവെയാണ് LDF കൺവീനർ നിലവിലുള്ള സാഹചര്യങ്ങളിലേക്ക് വെളിച്ചം വീശി പ്രസംഗിച്ചത്. രാജ്യത്തെ പ്രാകൃത യുഗത്തിലേക്ക് നയിക്കുന്ന സമീപനമാണ് കോൺഗ്രസും UPA സർക്കാരും സ്വീകരിക്കുന്നതെന്നും കൺവീനർ കുറ്റപ്പെടുത്തി. പാചകവാതകം പോലും നിയന്ത്രിക്കുന്ന സാഹചര്യം ഇപ്പോഴുള്ളത് വലിയ പ്രതിഷേധാർഹമാണെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. സാധാരണക്കാർ വല്ലാതെ കഷ്ടപ്പെടുകയാണിപ്പോൾ. BPL പട്ടിക പരിമിതപ്പെടുത്തിയതോടെ അർഹതയുള്ളവർക്ക് പോലും പാചകവാതം കിട്ടാത്ത സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് പണം നൽകേണ്ട ഗതികേടിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. UDF സർക്കാരിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും അശാസ്ത്രീയ സമീപനമാണ് പവർ കട്ടിലേക്ക് സംസ്ഥാനത്ത് എത്തിച്ചതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ കുറ്റപ്പെടുത്തി. ഇന്ധന വിലവർദ്ധനവ് സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. നീടൂർ ടൗണിൽ നടന്ന സമ്മേളനത്തിൽ പാർട്ടി ലോക്കൽ സെക്രട്ടറി സണ്ണി രാഘവൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CJ ജോസഫ്, ഏരിയ സെക്രട്ടറി PV സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്നിപ്പോ നമ്മളിവിടെ ഈ പാർട്ടി ഓഫീസിന്റെ തറക്കല്ലിടിയും മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ട് നടത്തുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിലും അതൊട്ടും കുറവല്ല. കേരളത്തിൽ പുതിയ മാറ്റങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഈ പാർട്ടി ഓഫീസ് ഇവിടെ നിന്ന് തലക്കല്ലിടുന്ന സമയത്ത് ഈ കേരളം രൂപം കൊള്ളുമ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും മാറി കേരളമായി കഴിയുമ്പോൾ അതിനു മുമ്പുള്ള മലയാളികളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നതിന് ശേഷമാണ് നാം എല്ലാം ജീവിക്കുന്നത്. ഒരു കാലം ഇതിനപ്പുറം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ അതുപോലെ കർണാടകത്തിലെയും ചില പ്രത്യേക അനാചാരങ്ങളെ കുറിച്ച് വളരെ വലിയൊരു രാഷ്ട്രീയ നേതാവ് എന്നോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപോലെ നിന്നിരുന്ന ഒരു സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മനുഷ്യനായി കാണാനുള്ള ഒരു നീക്കങ്ങൾ വന്നിരുന്നു. ആരാധനാലയങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ പുതിയ ആരാധനാലയങ്ങൾ ഉണ്ടായിക്കൊണ്ടുവന്നു. അവിടെ വിഗ്രഹ പ്രതിഷ്ഠയില്ലാഞ്ഞപ്പോ വിഗ്രഹങ്ങളെ ചെറിയ ഒരു പോരാട്ടമല്ല, വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്തു. അത് ഇന്നിപ്പോ പറഞ്ഞാൽ എന്താ ശരിയെന്ന് എനിക്കറിയില്ല. കാരണം ഗുരുവായൂരിന് കയറാൻ അവിടെ കയറുന്നതിന് വേണ്ടി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ ആദ്യത്തെ സെക്രട്ടറി ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. വൈക്കംകാരനാണ്. വൈക്കത്ത് അദ്ദേഹം വളരെ കുറച്ചേ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ. എല്ലാം മലബാറിലാണ് കൂടുതൽ കാലം പ്രവർത്തിച്ചത്. അദ്ദേഹം കൃഷ്ണപിള്ള എന്ന പേരുള്ളത് കൊണ്ട് അതിനകത്ത് കയറാം, മറ്റുള്ളവർക്ക് കയറിക്കൂടാ. കയറിയാലും ശരി അവിടെ അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഇങ്ങനെ മണി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ആ മണിയെ ഇങ്ങനെ അടിച്ച് തൊഴാനുള്ള അനുവാദം നായർക്കില്ല. നായർക്ക് കയറാം, പുറകെ ഇന്ന് തൊഴാം, അത്രേ ഉള്ളൂ. അപ്പോഴാണ് കൃഷ്ണപിള്ള